ഈ സീനിയർ ലിവിങ് ഹോംസിന് 2 ചലഞ്ചുള്ളത്. ഒന്ന് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ കാണുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത് അതിൻ്റെ ആർക്കിടെക്ചർ ശരിയല്ലാത്തതാണ്. പല സീനിയർ ലിവിങ് ഹോമുകളുടെയും ആർക്കിടെക്ചർ അതിന് കമ്പാറ്റബിൾ അല്ല. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ പലതും നമ്മളെ എക്സിസ്റ്റിംഗ് വീടുകൾ റീമോഡൽ ചെയ്തിട്ടും എക്സിസ്റ്റിംഗ് വീടുകളെ തന്നെ സീനിയർ ലിവിങ് ഹോമായിട്ട് മാറ്റിയിട്ടുള്ള സംവിധാനമാണ് പ്രവർത്തിക്കുന്നത്. പല സ്ഥലങ്ങളിലും എക്സിസ്റ്റിംഗ് ഫ്ലാറ്റുകൾ തന്നെ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർലി ഡിസൈൻ ഫോർ ദാറ്റ് പർപ്പസ്. അതാണ് ആദ്യത്തെ ചലഞ്ച്. രണ്ടാമത്തെ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സർവീസ്. പ്രൊഫഷണലായിട്ട് അതിൻ്റെ ഒരു സർവീസ് ബാക്കപ്പ് ഉള്ളവരോ അല്ലെങ്കിൽ ട്രെയിൻഡ് സർവീസ് ഉള്ളവരോ അല്ല ഈ കാര്യം ചെയ്യാനായിട്ട് വരുന്നത്. പലരുടെ എക്സ്പീരിയൻസ് വളരെ വ്യത്യസ്തമാണ്. ചില ആൾക്കാർ പറയുന്നത് എനിക്ക് റെസ്റ്റോറൻറ്റ് നടത്തി അല്ലെങ്കിൽ കാറ്ററിംഗ് സർവീസ് നടത്തി പരിചയമുള്ളതുകൊണ്ട് ഐ തോട്ട് ഓഫ് ഡൂയിങ് എ സീനിയർ ലിവിങ് ഹോം എന്ന് പറയുന്ന ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ അവരുദ്ദേശിക്കുന്നത് സീനിയർ ലിവിങ് ഹോമിൽ 5 പ്രാവശ്യം ഫുഡ് കൊടുക്കാനായിട്ടുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നടത്താൻ പറ്റുന്നുള്ള ധരിക്കുകയാണ്. ഞാനതിനെ ക്വസ്റ്റ്യൻ ചെയ്യാറില്ല. എൻ്റെ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ അതല്ല സീനിയർ ലിവിങ് ഹോം. ചില ആൾക്കാർ പറയും ഞങ്ങൾക്ക് ആയുർവേദ ഫീൽഡുമായിട്ട് വലിയ ബന്ധമുണ്ട്, ഞങ്ങൾ മസാജ് പാർലർ നടത്താറുണ്ട്, സ്പാ നടത്തുന്നുണ്ട്. സീനിയർ ലിവിങ് ആൾക്കാർക്ക് ചിലപ്പോൾ അതൊക്കെ വേണമായിരിക്കും, പക്ഷേ അത് മാത്രമല്ല വേണ്ടത്. അപ്പോൾ പ്രോബ്ലം എന്ന് വെച്ചാൽ യൂനിയുടെ സർവീസ് ഏജൻസി ഹൂ ഈസ് ആക്ച്വലി പ്രൊഫഷണലി അവരെ എൻഗേജ് ചെയ്യാൻ പറ്റുന്നൊരു സർവീസ് ഏജൻസി വേണം.